Hi, good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Okay, okay, Anjana, good morning. ശരി, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, വനിത, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമ്മള് ദീന, ഓക്കെ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ വരെയാണ് അല്ലെ? ഓക്കെ, ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പോസിറ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അല്ലെ? അങ്ങനെ 3 ടൈപ്പ് ഡിസിപ്ലിൻസ് ആണ് ഉള്ളത്. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ശരി, നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കുകയാണേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് ആണ് കേട്ടോ. ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. ഇൻഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അച്ചടക്ക ലംഘനങ്ങളാണ് അല്ലെ? ഒരു സ്ഥാപനത്തില് എംപ്ലോയീസ് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ, ഇങ്ങനെയുള്ള അച്ചടക്ക ലംഘനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്ട്. ഓക്കെ, ഇൻഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് അച്ചടക്ക ലംഘനം എന്നാണ് അർത്ഥം കേട്ടോ. മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. എന്താണ് ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്ട്? അതിനൊരു കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ്? വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ് ഈസ് ടേംഡ് ആസ് മിസ്കണ്ടക്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ കമ്പനിയുടെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ലംഘിക്കുന്നതിനെ, അതായത് ജീവനക്കാരെ ലംഘിക്കുന്നതിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്കണ്ടക്ട് അഥവാ നമുക്ക് ഇൻഡിസിപ്ലിൻ എന്ന് വിശേഷിപ്പിക്കാം. ക്ലിയർ ആയോ? അതായത് ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകള് ലംഘിക്കുന്നതിനെയാണ്, ജീവനക്കാരതിനെ ലംഘിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇൻഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിസ്കണ്ടക്ട് എങ്ങനെയാണ് അതൊരു എംപ്ലോയിനെ എഫക്ട് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയായിരിക്കും? This not only adversely affects the reputation of an employee, but also has a negative impact on his career growth. ശരിയല്ലേ? അതായത് ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എംപ്ലോയിയുടെ ആ ഒരു റെപ്യൂട്ടേഷനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. റെപ്യൂട്ടേഷന് മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത്, അതായത് അവരുടെ കരിയർ ഗ്രോത്തിനെയും അത് നെഗറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, കാര്യം ഒരു മിസ്കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയിക്ക് എന്തായാലും ഒരു നല്ല കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? അവരുടെ കരിയർ ഗ്രോത്തിനെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്, അവരുടെ റെപ്യൂട്ടേഷനെയും അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് മിസ്കണ്ടക്ട് ടേക്സ് പ്ലേസ് വിത്തിൻ ദ കമ്പനി പ്രിമൈസസ് during the working hours, but it can also take place outside the organization. It has been seen that an employee who is undisciplined remains absent for a maximum period of time from the company. അതായത് മിക്കവാറും ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് അത് ഈ ജോലി സമയത്ത് ഈ എന്താ പറയാ സ്ഥാപനത്തിനകത്ത് വെച്ച് തന്നെ നടക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷെ ഓർഗനൈസേഷന്റെ പുറത്തും വെച്ച് എന്ത് സംഭവിക്കാം? മിസ്കണ്ടക്ട് ഉണ്ടാകാം. നമ്മൾ വിചാരിക്കാം സ്ഥാപനത്തിനകത്ത് വെച്ച് മാത്രമാണ് മിസ്കണ്ടക്ട് നടക്കുന്നത്. അങ്ങനെയില്ല, ഈ ഒരു സ്ഥാപനത്തിന്റെ പുറത്തും എന്തുണ്ടാവാം? മിസ്കണ്ടക്ട് ഉണ്ടാകാം. പിന്നെ മാത്രമല്ല, അൺഡിസിപ്ലിനഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് അവര് അധിക സമയം എന്തായിരിക്കും? അവര് ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ചെറുത്തും അച്ചടക്കമില്ലാത്ത
ഒരു എന്തായിരിക്കും ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ അവരെന്താണ് അധിക സമയം അവര് കമ്പനിയായിട്ട് വിട്ടു നിൽക്കുന്നത്, പരമാവധി അവർ വിട്ടു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒന്നുമില്ല. എന്താണ് മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ജീവനക്കാര് ലംഘിക്കുന്നതിനെ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് അഥവാ ഇൻഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു എംപ്ലോയിയുടെ കരിയർ ഗ്രോത്തിനെയും അതുപോലെ തന്നെ എന്താണ് അവരുടെ റെപ്യൂട്ടേഷനെയും അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയുള്ള എംപ്ലോയീസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദ കോൺസെൻട്രേഷൻ ലെവൽ ഓഫ് ദാറ്റ് എംപ്ലോയി ആൾസോ റിഡ്യൂസസ് ഗ്രാജുവലി അഫക്റ്റിംഗ് ഹിസ് പെർഫോമൻസ്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള എംപ്ലോയീസിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് അത് ഗ്രാജുവലി കുറയാനായിട്ട് തുടങ്ങും. അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും, അല്ലെ? അവരുടെ പെർഫോമൻസിന് അത് തീർച്ചയായിട്ടും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. There are certain changes in the behavior of that employee. For example, he or she starts bothering the authority for overtime allowances. അതായത് അത് എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, പെരുമാറ്റത്തിലും പല ചേഞ്ചസുകൾ ഉണ്ടാക്കിയെടുക്കും. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഇവിടെ പറയാണ്. ഇപ്പൊ വളരെ അൺഡിസിപ്ലിനഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. ആ എംപ്ലോയി എപ്പോഴും എന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ ഈ അതോറിറ്റിനെ, അതായത് അവരുടെ മേലധികാരികളെ ഇപ്പൊ ഒരു ഓവർ ടൈം അലവൻസസിന് വേണ്ടിയിട്ട് എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അത് ഒരെണ്ണം മാത്രമാണ്, അങ്ങനെ പല രീതിയിൽ അവർ എന്ത് ചെയ്യും, അതോറിറ്റീസിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അത്തരത്തിലുള്ള ഒരു പെരുമാറ്റങ്ങളായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക. These all are some of the symptoms of indiscipline, and that can be easily detected by the management, and accordingly steps can be taken to avoid such acts of misconduct. അപ്പോ ഇതെല്ലാം തന്നെ ഒരു ഇൻഡിസിപ്ലിന്റെ ചില ലക്ഷണങ്ങളാണ്, അല്ലെ? അതായത് മേലധികാരികളോട് മോശമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു മനോഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെല്ലാം തന്നെ ഇൻഡിസിപ്ലിന്റെ ചില സിംറ്റംസുകളാണ്. അത് മാനേജ്മെന്റിന് വളരെ ഈസി ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നടപടികൾ എടുക്കാനും സാധിക്കും. ഓക്കെ, ജനറൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ എന്താണ് മിസ്കണ്ടക്ട്, എന്താണ് ഇൻഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് ഒരു എംപ്ലോയിനെ എഫക്ട് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കുന്നുണ്ട്, അവരുടെ പെരുമാറ്റത്തിനും പല ചേഞ്ചസുകൾ ഉണ്ടാക്കും. എന്തായാലും നല്ല ചേഞ്ചസ് ആയിരിക്കില്ല, മോശം ചേഞ്ചസുകളാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന പോലെ ആ സ്ഥാപനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവരുടെ മേലധികാരികൾ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോ അത് മാനേജ്മെന്റിന് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് അവർക്കെതിരെ നടപടികൾ എടുക്കാനും മാനേജ്മെന്റിന് സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നത് ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. നമ്മൾ ഈ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇത്തരം അച്ചടക്ക ലംഘനങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അച്ചടക്ക ലംഘനങ്ങൾ, മിസ്കണ്ടക്ട് ആക്ടുകളിൽ വരുന്നത് എന്തൊക്കെയാണ് നോക്കാം. The employees in the company commit different kinds of misconduct. The different kinds or acts of misconduct that may be practiced in any company are as follows. അതായത് നമ്മളൊരു കമ്പനിയിലെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർ പലതരത്തിലുള്ള മിസ്കണ്ടക്റ്റുകൾ കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ അങ്ങനെ ചില മിസ്കണ്ടക്ട് ആക്ടുകൾക്ക് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആക്ടുകളാണെങ്കിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സ്ലോയിങ് ഡൗൺ ദ വർക്ക് പെർഫോമൻസ് വില്ലിംഗ്ലി. അതായത് സ്വമേധയാ, അതായത് മനഃപൂർവ്വം എന്താണ് അവരുടെ ആ ഒരു വർക്കിലുള്ള പെർഫോമൻസ് മന്ദഗതിയിലാക്കുക. അത് മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ അവര് പെർഫോം ചെയ്യാതിരിക്കുക. അത് അറിയാതെ സംഭവിക്കുന്നതല്ല, അതിനോട് അവർ ചെയ്യുന്നതാണ്, ഇല്ലീഗലി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. സ്വമേധയാ അല്ലെങ്കിൽ മനഃപൂർവ്വം അവരവരുടെ വർക്കിലുള്ള ആ ഒരു പെർഫോമൻസിനെ എന്ത് ചെയ്യാണ്, സ്ലോ ഡൗൺ ചെയ്യാണ്, അല്ലെ, കുറയ്ക്കുകയാണ്, മന്ദഗതിയിലാക്കാണ്. ഓക്കെ, അതൊരു മിസ്കണ്ടക്റ്റിന്റെ ലക്ഷണമാണ് ആ കാണിക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? വില്ലിംഗ്ലി ഡിസൊബേയിങ് വെദർ ഇൻഡിവിജ്വലി ഓർ ഇൻ എ ഗ്രൂപ്പ് any lawful or important order of the boss. അതോടൊപ്പം തന്നെ മനഃപൂർവ്വം ഈ പറയുന്ന ചിലപ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് അവരുടെ മേലധികാരികളുടെ എന്തെങ്കിലും എന്താണ് നിയമാനുസൃതമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതോ ആയിട്ടുള്ള എന്താണ് നിയമങ്ങൾ, ഉത്തരവുകളെ അനുസരിക്കാതിരിക്കുക. അതായത് മനഃപൂർവ്വം അനുസരിക്കാതിരിക്കുക. ചിലപ്പോൾ അതൊരു
വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യും, ഈ മേലധികാരികളുടെ ഉത്തരവുകൾ അവർ മനഃപൂർവ്വം അനുസരിക്കാതിരിക്കാം. അതും ഒരു നിയമലംഘനമാണ്. ഓക്കെ, പിന്നെന്താണ് കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. അതായത് എംപ്ലോയർ വെച്ചാൽ തൊഴിലുടമകളുടെ സ്വത്തില് അതുപോലെ അവരുടെ ബിസിനസ്സിലൊക്കെ തട്ടിപ്പ് നടത്താം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ അറൈവിംഗ് ലേറ്റ് ഫ്രീക്വന്റ്ലി ഇൻ ദ ഓഫീസ്. ഓഫീസിൽ പലപ്പോഴും വൈകി എത്താം. അതൊരു എന്താണ് ഒരു ഇൻഡിസിപ്ലിൻ ആണ്. അതായത് ഒരു വർക്കിംഗ് ടൈം ഉണ്ട്, ആ സമയത്ത് എത്തണം എന്നുള്ളത് ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ഓഫീസിൽ പലപ്പോഴും എന്താണ് ലേറ്റ് ആയിട്ടായിരിക്കും അവര് എത്തിച്ചേരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെന്താണ് frequent absence from the duty without giving leave application or information, or being absent since a long time without any genuine reason. അതുപോലെ ഒരു ലീവ് ആപ്ലിക്കേഷൻ, ഒരു ലീവ് ഇൻഫർമേഷൻ കൊടുക്കാതെ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഡ്യൂട്ടിയിൽ ആബ്സെന്റ് ആവാം, അതായത് ജോലിയിൽ ഹാജരാവാതിരിക്കാം. അതുപോലെ ഒരു ജെനുവിൻ റീസൺ ഇല്ലാതെ, ഒരു വ്യക്തമായ കാരണമില്ലാതെ അവർ കുറെ അധികം കാലം എന്താണ് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക. പ്രത്യേകിച്ച് ഒരു റീസൺ കൊടുത്തിട്ടില്ല, ഒരു ജെനുവിൻ റീസൺ ഒന്നും ഇല്ലാതെ അവർ ജോലിയിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊക്കെ എന്താണ് മിസ്കണ്ടക്റ്റിന് എക്സാമ്പിൾ ആണ്. പിന്നെ വരുന്നത് ഇൻഡൽജിങ് ഇൻ കറക്റ്റ് പ്രാക്ടീസസ് ലൈക്ക് റിസീവിംഗ് ഓർ ഓഫറിംഗ് ബ്രൈബ്സ്. ബ്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കൈക്കൂലിയാണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഈ കൈക്കൂലി വാങ്ങുക, കൈക്കൂലി വാഗ്ദാനം ചെയ്യുക, അങ്ങനെയുള്ള അഴിമതി പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതമാകാം, അതിലൊക്കെ ഇൻവോൾവഡ് ആകാം. ഓക്കെ, പിന്നെ വരുന്നത് ഇന്റൻഷനലി ഡാമേജിങ് കമ്പനീസ് ബുക്സ് ആൻഡ് പ്രോപ്പർട്ടി. കമ്പനിയുടെ സാധനങ്ങളില് അതുപോലെ സ്വത്തുക്കളിലൊക്കെ മനഃപൂർവ്വം കേടുപാടുകൾ ഉണ്ടാക്കുക, മനഃപൂർവ്വം ഡാമേജ് വരുത്തുക. അല്ലെ, അതാണ് ഇന്റൻഷനലി ചെയ്യുന്നതാണ് കേട്ടോ. അതായത് മനഃപൂർവ്വം എന്താണ് ഡാമേജിങ് കമ്പനീസ് ബുക്സ് ആൻഡ് പ്രോപ്പർട്ടി, കമ്പനിയുടെ സ്വത്തിലും അതുപോലെ സാധന സാമഗ്രികളിലും കേടുപാടുകൾ വരുത്തുക. പിന്നെന്താണ് അണ്ടർഗോയിങ് എനി വർക്ക് സ്ട്രൈക്ക് ആൻഡ് ഫോഴ്സിങ് അതേഴ്സ് ടു സ്ട്രൈക്ക് ഓൺ ദ ബ്രീച്ച്. ബീച്ച് എന്നല്ല കേട്ടോ, ബ്രീച്ച് എന്നാണ് വരാം. PR ചേർക്കണം കേട്ടോ, BREACH. ബ്രീച്ച് എന്ന് വെച്ചാൽ ലംഘനം എന്നുള്ള അർത്ഥമാണ്. സോ ഓൺ ദ ബ്രീച്ച് ഓഫ് എനി ലോ, അതായത് ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് പണിമുടക്കിൽ ഏർപ്പെടാം. പണിമുടക്കിൽ ഏർപ്പെടുക മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാം. ഓക്കെ, ഇതൊക്കെ എന്താണ് മിസ്കണ്ടക്ട് ആണ്. Then വരുന്നത് എന്താണ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് എനി ആക്ഷൻ ഓഫ് കെയർലെസ്നെസ് as a result of which a fine can be imposed. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെയർലെസ്നെസ് ആയിട്ടുള്ള പ്രവൃത്തികള് തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഒരു തവണയല്ല, പല തവണയായിട്ട് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അതിന്റെ പേരിൽ ഒരു പക്ഷെ അവർക്ക് എന്താണ് ഫൈൻ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ക്ലിയർ. പിന്നെ വരുന്നത് റിഫ്യൂസൽ ടു വർക്ക് ഓൺ എ ജോബ് ഓർ മെഷീനറി. എന്തെങ്കിലും ഒരു ജോലിയില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഫീൽഡില് വർക്ക് ചെയ്യാനായിട്ട് നിരസിക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വർക്ക് ചെയ്യുന്നതിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാവാതിരിക്കുക, നിരസിക്കുക. പിന്നെന്താണ് ഹാബിച്വൽ ബ്രേക്കിംഗ് ഓഫ് എനി റൂൾ ഓഫ് ലെജിസ്ലേഷൻ വിച്ച് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ മെയ്ഡ് അണ്ടർ ഇറ്റ്. അതായത് ആ ഒരു സ്ഥാപനത്തില് ബാധകമായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങള് എന്താണ് പതിവായിട്ട് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഹാബിച്വൽ ആയിട്ട് വെച്ചാൽ പതിവായിട്ട് ബ്രേക്ക് ചെയ്യുക. അതായത് ആ ഒരു ഓർഗനൈസേഷനില് ബാധകമായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങളായിരിക്കാം, ആ ഒരു നിയമങ്ങള് പതിവായിട്ട് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യുക. പിന്നെന്താണ് വിൽഫുള്ളി ഡിസ്ട്രോയിങ് ഓർ ആൾട്ടറിങ് എനി കമ്പനീസ് റെക്കോർഡ്. കമ്പനിയുടെ എന്തെങ്കിലും റെക്കോർഡുകൾ എന്ത് ചെയ്യുക, വിൽഫുള്ളി മീൻസ് മനഃപൂർവ്വം ഒന്നുകിൽ അത് നശിപ്പിക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന മിസ്കണ്ടക്റ്റിന്റെ എന്താണ് ഭാഗങ്ങളാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? എന്തൊക്കെയാണ് നമ്മൾ ഒരു ഇൻഡിസിപ്ലിനറി മിസ്കണ്ടക്ട് ആക്ടുകൾക്ക് എക്സാമ്പിൾ ആണ് ഈ പഠിച്ചത് കേട്ടോ. ഇതൊക്കെയാണ് മനഃപൂർവ്വം നമ്മുടെ പെർഫോമൻസ് മന്ദഗതിയിലാക്കുക. അതുപോലെ തന്നെ എന്താണ് ഒന്നുകിൽ വ്യക്തിപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് മേലധികാരികളുടെ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുക. അതുപോലെ തന്നെ എംപ്ലോയറിന്റെ സ്വത്തിലും സാധന സാമഗ്രികളിലൊക്കെ അവരുടെ സ്വത്തിന് ബിസിനസ്സിലൊക്കെ തട്ടിപ്പ് നടത്തുക. അതുപോലെ ഓഫീസില് എന്താണ് ഈ പറയുന്ന ഫ്രീക്വന്റ് ആയിട്ട് ലേറ്റ് ആയി എത്തിച്ചേരുക. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു ലീവ് ആപ്ലിക്കേഷനോ ലീവ് ഇൻഫർമേഷനോ ഒരു ജെന്യുവിൻ റീസണോ ഇല്ലാതെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കൈക്കൂലി വാങ്ങുക, കൈക്കൂലി കൊടുക്കുക, അങ്ങനെയുള്ള അഴിമതി പ്രവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവഡ് ആവുക. പിന്നെ കമ്പനിയുടെ സാധനങ്ങളിലും സ്വത്തിനും ഒക്കെ എന്താണ് മനഃപൂർവ്വം കേടുപാടുകൾ ഉണ്ടാക്കുക.
പിന്നെ ഏതെങ്കിലും നിയമലംഘനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിമുടക്കിൽ ഏർപ്പെടുക മാത്രമല്ല മറ്റുള്ളവരെ കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കാം. പിന്നെ ചില മോശമായിട്ടുള്ള പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ കെയർലെസ്നെസ്, അശ്രദ്ധകള് അത് തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിൽ നിരസിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവാതിരിക്കാം. പിന്നെ ആ ഒരു സ്ഥാപനത്തില് അപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാധകമായിട്ടുള്ള നിയമങ്ങള് പതിവായിട്ട് ബ്രേക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനിയുടെ ഏതെങ്കിലും റെക്കോർഡുകള് മനഃപൂർവ്വം നശിപ്പിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുക എന്നൊക്കെയുള്ളത് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആക്ടുകളാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. അപ്പൊ നമ്മൾ മിസ്കണ്ടക്ട് എന്താണെന്നും അതിനെ കുറിച്ച് മിസ്കണ്ടക്ട് ആക്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഒരു കാരണമില്ലാതെ ആളുകൾ അങ്ങനെ ചെയ്യില്ലല്ലോ, എന്തെങ്കിലും റീസൺ ഉണ്ടാവും അതിന് പുറത്ത്. അപ്പൊ ആ ഒരു മിസ്കണ്ടക്ട് അഥവാ ഇൻഡിസിപ്ലിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഒരു 8ഓളം പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 8 പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആദ്യം പോയിന്റുകൾ ഒന്ന് വായിക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് സ്ഥാപനത്തിന്റെ വളരെ സ്റ്റിഫ് ആയിട്ടുള്ള, വളരെ കർശനമായിട്ടുള്ള, അതുപോലെ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ചില എന്താ പറയുക രീതികള്. ഓക്കെ, അങ്ങനെയുള്ള രീതികൾ. അതുപോലെ അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അന്യായമായിട്ടുള്ള ചില പെരുമാറ്റങ്ങള്. പിന്നെ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്, ഒരു ശരിയായ പെരുമാറ്റച്ചട്ടത്തിന്റെ അഭാവം. അതുപോലെ തന്നെ ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ. ഗ്രീവൻസിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. അതായത് ഒരു പ്രോപ്പർ അല്ലാത്ത പരാതി പരിഹാര സംവിധാനങ്ങള് ഇല്ലാതിരിക്കാം അല്ലെ. അതായത് ഒരു പരാതി പരിഹാര സംവിധാനങ്ങളുടെ അഭാവം. അതുപോലെ ഇൻഇഫക്റ്റീവ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, ഫലപ്രദമല്ലാത്ത HR പോളിസികളും പ്രൊസീജിയറുകളും. പിന്നെ എന്താണ്? പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻ. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയില്ല, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള, ഒട്ടും ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തത്. ഓക്കെ, അതാണ് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ടുള്ള ആ ഒരു എംപ്ലോയി യൂണിയൻസിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു മനോഭാവം. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ, ആ ഒരു സ്ഥാപനത്തിന്റെ കൾച്ചർ. പിന്നെ എന്താണ് 8ാമത്തെ പോയിന്റ്? ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒരു ശരിയായ ആശയവിനിമയ സംവിധാനത്തിന്റെ അഭാവം. ഇതൊക്കെയാണ് നമ്മൾ റീസണുകളായിട്ട് പറയുന്നത്. ഓക്കെ, 8 പോയിന്റുകളാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തില് ഉള്ള വളരെ കർശനമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ചില രീതികൾ നോക്കാം. When a company continuously follows its traditional and outdated practices, then the employees indulge in indiscipline. For example, a stable and inflexible job schedule or work timetable that may lead to violation of the timetable or schedule. അതായത് ചില കമ്പനിയില് അവർ കാര്യങ്ങളായിട്ട് ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള, അതായത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡുകളായിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം ഔട്ട്ഡേറ്റഡ് ആയിട്ടായിരിക്കാം, കാലഹരണപ്പെട്ടു പോകും. നമ്മൾ ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരണം അല്ലെ. ഇപ്പൊ റൂൾസ്, റെഗുലേഷൻസ്, പോളിസികളിൽ, പ്രൊസീജിയറിലൊക്കെ ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചില കമ്പനികളിൽ വളരെ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില രീതികൾ ഉണ്ടായിരിക്കും. അതായത് കാലഹരണപ്പെട്ടതായിട്ടുള്ള ചില രീതികൾ ഉണ്ടാവാം. അത് എംപ്ലോയീസിന്റെ ഉള്ളിൽ ഒരു മടുപ്പ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ അതുമൂലം എന്ത് സംഭവിക്കാം? അവരുടെ ഇടയിൽ ഒരു ഇൻഡിസിപ്ലിൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു വർക്കിംഗ് ടൈം, ഒരു ജോബ് ഷെഡ്യൂൾ ആണ്. കാലങ്ങളായിട്ട് ആ കമ്പനിയിൽ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ആ ഒരു വർക്ക് ടൈം അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ വയലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടുത്തെ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കും. കാരണം പണ്ടേ മുതലേ തന്നെ ആ ഒരു രീതിയാണ് അവിടെ ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കർശനമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങള് എന്താണ്? ജീവനക്കാരെ മിസ്കണ്ടക്റ്റിലോട്ട് നയിക്കാം. ഓക്കെ, പിന്നെ 2ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അൺഫെയർ ട്രീറ്റ്മെന്റ് ആണ്.
അന്യായമായിട്ടുള്ള പെരുമാറ്റം. ആരോടുള്ള അന്യായമായ പെരുമാറ്റം? ഇപ്പൊ മാനേജ്മെന്റ് അവിടുത്തെ ജീവനക്കാരോട് നടത്തുന്ന ചില അന്യായമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളായിരിക്കാം, അല്ലെ, ചില ചൂഷണങ്ങളായിരിക്കാം. അതൊരു പക്ഷെ എന്താണ് എംപ്ലോയീസിനൊരു മിസ്കണ്ടക്റ്റിലോട്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിനിലോട്ട് നയിക്കാം, അല്ലെ. നോക്കിയേ, എംപ്ലോയി എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ജനറലി കോസ്ഡ് ബൈ ദ ബയസ്ഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ മാനേജ്മെന്റ് ടുവേർഡ്സ് ദ എംപ്ലോയി. അതായത് നമ്മൾ ശരിക്കും ഒരു എംപ്ലോയിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അതായത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ നേർക്ക് മാനേജ്മെന്റ് വളരെ ബൈസ്ഡ് ആയിട്ട് പെരുമാറാം, വളരെ പക്ഷപാതപരമായിട്ട്. ചില ആളുകളോട് വളരെ ഫേവറബിൾ ആയിട്ട് പെരുമാറാം, മറ്റു ചില ആളുകളോട് വളരെ കർശനമായിട്ടുള്ള രീതിയിൽ പെരുമാറാം, അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ വളരെ പക്ഷപാതപരമായിട്ടുള്ള രീതിയിൽ പെരുമാറുമ്പോ അത് ശരിക്കും എംപ്ലോയിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്, അല്ലെ. ഓക്കെ, അത് അവരുടെ ഉള്ളില് ഒരു വിഷമമുണ്ടാകും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇൻഡിസിപ്ലിൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കോമ്പൻസേഷൻ ഡിറ്റർമിനേഷൻ, പ്രൊമോഷൻ, ജോബ് അസൈൻമെന്റ് എക്സെട്ര ദാറ്റ് ലീഡ്സ് ടു അൺഡിസിപ്ലിൻഡ് എംപ്ലോയീസ്. എന്തെങ്കിലും കാര്യത്തെ സംബന്ധിക്കുന്ന ഒരു വയസ്സായിരിക്കാം, ചിലപ്പോ ഒരു കോമ്പൻസേഷൻ, ചിലപ്പോ ഒരു നഷ്ടപരിഹാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ചിലപ്പോ ഒരു ജോലിയിലെ പ്രൊമോഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാവാം, ജോബ് അസൈൻമെന്റ്സ് അല്ലെ, ജോബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളാവാം. അതിലൊക്കെ നമ്മൾ ഈ പറയുന്ന മാനേജ്മെന്റ് എംപ്ലോയീസിനോട് കാണിക്കുന്ന പക്ഷപാതപരമായിട്ടുള്ള ചില നിലപാടുകള് അത് ജീവനക്കാരെ ഇതിലേക്ക് നയിക്കാം, ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്റ്റിലോട്ട് നയിക്കാം. ഓക്കെ, ക്ലിയർ ആയിട്ടതാണ് അൺഫെയർ ട്രീറ്റ്മെന്റ് കേട്ടോ. അതായത് മാനേജ്മെന്റ് എംപ്ലോയീസിനോട് കാണിക്കുന്ന അന്യായമായിട്ടുള്ള പെരുമാറ്റങ്ങൾ. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്, ഒരു ശരിയായ പെരുമാറ്റ ചട്ടത്തിന്റെ അഭാവം, അല്ലെ. നമുക്കറിയാം ഏതൊരു സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ, പെരുമാറ്റച്ചട്ടങ്ങൾ. അപ്പൊ നോക്കുക, ഇറ്റ് ഈസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് ഗൈഡ്സ് ദ വർക്കേഴ്സ് in analyzing their disciplined and undisciplined behavior. Sometimes the employee do not have the knowledge of elements of misconduct until the superiors communicate the code of conduct to them. Okay, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിലൂടെയാണ് എംപ്ലോയീസിന്റെ അച്ചടക്കമില്ലായ്മയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ചില സിറ്റുവേഷനിൽ എംപ്ലോയീസിന് അവർക്ക് അവരുടെ സുപ്പീരിയേഴ്സ്, അവരുടെ മേലധികാരികള് ആ ഒരു സ്ഥാപനത്തിന്റെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വരെ ജീവനക്കാർക്ക് ഒരു പക്ഷെ അതിനെപ്പറ്റി അറിവില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മിസ്കണ്ടക്റ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു വരില്ല. മനസ്സിലായി? അതായത് ചില ആളുകള്, ചില എംപ്ലോയീസ് മിസ്കണ്ടക്റ്റിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതാവില്ല, അവര് അറിയാതെ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിന്റെ കോഡ് ഓഫ് കണ്ടക്റ്റുകൾ ഇങ്ങനെയാണ് എന്ന് അറിവില്ലായ്മ കൊണ്ട് ഒരു പക്ഷെ എംപ്ലോയീസ് എന്ത് ചെയ്യാം, മിസ്കണ്ടക്റ്റിലോട്ട് എത്താം. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവർക്ക് സംഭവിക്കുന്നതാണ്. അതാണ് അവർ പറയുന്നത്. അതായത് അവരുടെ സുപ്പീരിയേഴ്സ് ചിലപ്പോൾ ആ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റിയിട്ട് അവരോട്, ജീവനക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വരെ ചില ജീവനക്കാർക്ക് ആ ഒരു മിസ്കണ്ടക്ട് എന്താണെന്നോ അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് അവർക്ക് ചിലപ്പോൾ അറിവ് ഉണ്ടാവണമെന്നില്ല. അതുമൂലം പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവാം. അപ്പൊ ഇവര് പറഞ്ഞേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറിവില്ലായ്മ വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് നോക്കിയേ. ഇത് പറയുന്നുണ്ട്, ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോൾട്ടി ഫ്രെയിമിംഗ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് വിച്ച് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ഇൻ എംപ്ലോയീസ് ടു ഫിഗർ ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസിപ്ലിൻഡ് ആൻഡ് അൺഡിസിപ്ലിൻഡ് ആക്ട്. അതായത് അച്ചടക്കമുള്ള പ്രവർത്തനങ്ങൾ, അച്ചടക്കം ഇല്ലാത്തതായിട്ടുള്ള ആക്ടുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താൻ, അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ജീവനക്കാരിൽ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ആ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത് ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒരു ശരിയായ രീതിയിൽ ഫ്രെയിം ചെയ്യാത്തത് കൊണ്ടാണ്. ചില കോഡ് ഓഫ് കണ്ടക്ട് വ്യക്തമായിട്ട് പറയില്ല, വളരെ കറക്റ്റ് ആയിട്ടായിരിക്കില്ല അത് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഫ്രെയിം ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് അച്ചടക്കം ഏതാണ്, അച്ചടക്കം ഇല്ലാത്തത് ഏതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുമൂലം എന്ത് സംഭവിക്കാം, മിസ്കണ്ടക്റ്റിലോട്ട് നയിക്കാം. അത് പ്രത്യേകം അവർക്ക് എംപ്ലോയി മനഃപൂർവ്വം ചെയ്തിട്ടല്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്.
ഈ അറിവില്ലായ്മ ഉണ്ടാകാൻ കാരണം എന്താണ്? അതൊരു പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് ഇല്ലാത്തത് കൊണ്ടാണ്, ഫ്രെയിം ചെയ്യാത്തത് കൊണ്ട്. കാരണം അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ആയിരിക്കാം ഒരു പ്രോപ്പർ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അവിടെ ഫ്രെയിം ചെയ്തത്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫ്യൂഷൻ വരികയും അതുമൂലം മിസ്കണ്ടക്റ്റിലോട്ട് എത്താണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതാണ് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, അടുത്തതാണ് എന്ത്? ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ അല്ലെ. അതായത് നമ്മൾ ഗ്രീവൻസ് പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു ശരിയായ പരാതി പരിഹാര സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുക, അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഗ്രീവൻസ് ഓൾറെഡി പറഞ്ഞപ്പോ നമ്മൾ കണ്ട കാര്യമാണ്, ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് അവിടുത്തെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനങ്ങളാണ് അല്ലെ. അപ്പോ ഒരു ശരിയായ ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനങ്ങൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഒരു കൺസേൺ വന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അവർ മിസ്കണ്ടക്റ്റിലോട്ട് പോകും. കാര്യം അവർക്ക് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ അവര് ഇൻഡിസിപ്ലിൻഡ് ആവും, അല്ലെങ്കിൽ അവര് മിസ്കണ്ടക്റ്റിലോട്ട് പോകും. ഉറപ്പുള്ള കാര്യമാണ് അല്ലെ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. Employees indulge themselves in the act of misconduct so that management gets attracted towards their grievances when an appropriate grievance handling system is absent in the company. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തില് ഒരു ശരിയായ പരാതി പരിഹാര സംവിധാനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് മിസ്കണ്ടക്റ്റിലോട്ട് എത്തിയേക്കാം, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിനിലോട്ട് നയിച്ചേക്കാം. ഓക്കെ, പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അഞ്ചാമത്തെ എന്താണ്? ഇൻഇഫക്റ്റീവ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അല്ലെ. അതായത് ഫലപ്രദമല്ലാത്ത HR-ന്റെ പോളിസികള്, പ്രൊസീജിയറുകള്, അതും ഒരു കാരണമാണ് മിസ്കണ്ടക്റ്റിന് കേട്ടോ. നോക്കാം, ineffective human resource policy that may lead to indiscipline and grievance among the employees. Therefore, effective and efficient human resource policies and proceedings are required by the management for controlling grievances, and hence the probability of misconduct and indiscipline can be reduced to a large extent. അതായത് ഒരു ഇഫക്റ്റീവ് അല്ലാത്ത HR പോളിസികള്, പ്രൊസീജിയറുകളൊക്കെ എംപ്ലോയീസിനെ എന്തിലേക്ക് നയിക്കാം? ഗ്രീവൻസിലോട്ട് നയിച്ചേക്കാം. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ അത് എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ കൺട്രോളിംഗ് ഓഫ് ഗ്രീവൻസസ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവര് എന്താണ്, നമുക്കത് ആ ഒരു ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റികളെ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻ. ഞാൻ പറഞ്ഞു, ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ലാത്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയീസിന്റെ, എംപ്ലോയി യൂണിയൻസിന്റെ ഒക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവം. അതായത് management is often ruled by the negative perception of employees and their trade unions. They also underestimate the point of even the good acts of management. അതായത് നമുക്ക് ഇത് എംപ്ലോയീസിനും എംപ്ലോയിയുടെ ട്രേഡ് യൂണിയൻസിനും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അത് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റിനെ തകർക്കും എന്നാണ് പറയുന്നത്. മാനേജ്മെന്റിനെ ശരിക്കും പറഞ്ഞത് ഇല്ലാതാവും. ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഗ്രീവൻസ് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, നെഗറ്റീവ് ആയിട്ടുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റിനെ വളരെയധികം എന്താണ് നശിപ്പിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാനേജ്മെന്റ് ചെയ്യുന്ന നല്ല പ്രവർത്തികളെ പോലും അവര് നെഗറ്റീവ് ആയിട്ടായിരിക്കും അവര് കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവര് പറയുന്നത് എന്താണ്? എംപ്ലോയീസ് ബിക്കം സ്ട്രിക്റ്റ് അഗെയിൻസ്റ്റ് ദ ആക്ഷൻ. അപ്പൊ മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ ആക്ഷൻസിനോടും എംപ്ലോയീസ് എന്ത് ചെയ്യും? എതിർക്കും. അവരെപ്പോഴും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഏതൊക്കെ രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ പെർഫോമൻസ് അവർ കുറയ്ക്കും, അല്ലെങ്കിൽ അവരോട് തന്നെ വളരെ മോശമായിട്ട് പെരുമാറും. ആ രീതിയിൽ അവരെന്ത് ചെയ്യും? മാനേജ്മെന്റ് ചെയ്ത എല്ലാ പ്രവർത്തികൾക്കും അവർക്കെതിരായിട്ടായിരിക്കും അവര് ഈ എംപ്ലോയീസ് പ്രവർത്തിക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ അതും എന്താണ്? മിസ്കണ്ടക്റ്റിന്റെ ഒരു കാരണമാണ്. ഏഴാമത്തെ പോയിന്റ് വരുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ ആണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ സംസ്കാരം. എന്താണ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ വാല്യൂസ്, നോംസ്, സ്റ്റാൻഡേർഡ്സ്, അവിടുത്തെ കോഡ് ഓഫ് കണ്ടക്ട് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രവർത്തന രീതിയെയാണ് നമ്മൾ ആ ഒരു സ്ഥാപനത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. ഓരോ സ്ഥാപനത്തിന്റെ കൾച്ചർ വ്യത്യാസം ഉണ്ടാവും.
എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. ഒരു സ്ഥാപനത്തിൽ അവര് കീപ്പ് ചെയ്തു പോകുന്ന അവരുടെ വാല്യൂസ്, അവരുടെ മൂല്യങ്ങള്, അവരുടെ സ്റ്റാൻഡേർഡുകള്, അവരുടെ കോഡ് ഓഫ് കണ്ടക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷന്റെ പേഴ്സണാലിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് അത് സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണ് ഒരു എംപ്ലോയീസിന് മിസ്കണ്ടക്റ്റിലോട്ട് നയിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം. ഓർഗനൈസേഷണൽ കൾച്ചർ കമ്പനീസ് of various features and attributes of an organization. ഒരു ഓർഗനൈസേഷന്റെ ചില പ്രത്യേകമായിട്ടുള്ള സവിശേഷതകള്, അല്ലെങ്കിൽ അവരുടെ ആട്രിബ്യൂട്ട്സ്, ഗുണങ്ങള്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ്, വാല്യൂസ്, ഇതിനെല്ലാമാണ് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It influences the system of employee communication among themselves and also with others. Example, the employer of the company. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത് അത് എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷൻ, അതായത് എംപ്ലോയീസ് മറ്റുള്ള കൊളീഗ്സ് ആയിട്ടൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ ആ ഓർഗനൈസേഷൻ പുറത്തുള്ള ആളുകളുമായിട്ട് ഏത് രീതിയിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ എല്ലാം എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷണൽ കൾച്ചർ സ്വാധീനിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ പെരുമാറ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. The company may encounter addition in acts of employee indiscipline as a result of enhanced resistant attitude of employees in the existing culture. On the contrary, the frequency of employee misconduct is often reduced due to the peaceful and congenial culture prevailing in the organization. Okay, നമുക്കറിയാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ആണെന്ന് വിചാരിക്കാം. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, അവിടുത്തെ എംപ്ലോയീസ് അവരുടെ ജോലിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സംതൃപ്തരായിരിക്കും. അപ്പൊ അവിടെ മിസ്കണ്ടക്റ്റിനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, മിസ്കണ്ടക്റ്റിന് അത് പരമാവധി കുറയ്ക്കും. അതേസമയം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആണെങ്കിൽ, ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ആണെങ്കിൽ അതൊരു നെഗറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അവിടെ എംപ്ലോയീസ് വളരെയധികം എന്തായിരിക്കും, അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും, അല്ലെ, അവരൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അതെന്തിലോട്ട് നയിക്കാം, മിസ്കണ്ടക്റ്റിലാണെങ്കിൽ ഇൻഡിസിപ്ലിനിലോട്ട് നയിക്കാം എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ ഇഷ്യൂ അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ആണെങ്കിൽ അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും, അത് എംപ്ലോയീസിന് ഒരുപാട് എഫക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും അവരൊരു മിസ്കണ്ടക്ട് അഥവാ ഇൻഡിസിപ്ലിനിലോട്ട് എത്തിയിരിക്കാം. എട്ടാമത്തെ പോയിന്റ് വരുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒരു ശരിയായ ആശയവിനിമയ സംവിധാനത്തിന്റെ അഭാവം. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ നോക്കുക, എ പ്രോപ്പർ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ കമ്പനി for the purpose of making employees knowledgeable about the future working of the company. അല്ലെ, അതെ, ആ ഒരു കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ എംപ്ലോയീസിന് ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ശരിയായ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാകും. ആദ്യം തമ്മിലുള്ള ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് മാനേജ്മെന്റിന് എംപ്ലോയീസ് ആയിട്ടും എംപ്ലോയീസിന് തിരിച്ച് മാനേജ്മെന്റുമായിട്ടും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ എംപ്ലോയീസിന് ധാരണ ഉണ്ടാകും. അല്ലെ, അത് മാത്രമല്ല ഇറ്റ് ആൾസോ ഹെൽപ്സ് ഇൻ ടേക്കിംഗ് റെഗുലർ ഫീഡ്ബാക്ക് ഫ്രം എംപ്ലോയീസ് അബൌട്ട് ഓൾ ദ ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി. അതായത് ആ ഒരു കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്കുകൾ എടുക്കുന്നതിനും ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ശരിയല്ലേ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാനേജ്മെന്റിന് അറിയാൻ പറ്റും അവിടുത്തെ നയങ്ങളും നിയമങ്ങളോടൊക്കെയുള്ള എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ മനോഭാവം എന്താണ്, അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, അത്തരം ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്യാനും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വളരെയധികം സഹായിക്കുന്നുണ്ട്. But when such an effective system is absent, a communication gap exists between employees and their management. അപ്പൊ അങ്ങനെ ഒരു ഇഫക്റ്റീവ് സിസ്റ്റം അവിടെ ഇല്ലാന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിനും എംപ്ലോയീസിന്റെ ഇടയിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി, ആകെ പ്രശ്നമായിട്ട് അല്ലെ. അപ്പൊ therefore a defective informal channel of communication causes disturbance between the employees that leading to misconduct and misbehavior. അപ്പൊ നമ്മൾ ഒരു പ്രോപ്പർ ചാനലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ
സ്വാഭാവികമായിട്ടും അത് എംപ്ലോയീസ് എന്തിലേക്ക് നയിക്കും? മിസ്കണ്ടക്ട് അഥവാ മിസ്ബിഹേവിയറിലോട്ട് നയിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാ പോയിന്റുകളും ഓക്കെ ആണോ? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കോസസ് ആണ് കേട്ടോ. ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. എളുപ്പമുള്ള പോയിന്റുകളാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു സ്ട്രിക്റ്റ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെ. ആ ഒരു ഓർഗനൈസേഷന് കർശനമായിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതികൾ, പിന്നെ അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഒരു ശരിയായ പെരുമാറ്റച്ചട്ടത്തിന്റെ അഭാവം, അതുപോലെ ഒരു പ്രോപ്പർ അല്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരു പരാതി പരിഹാര സംവിധാനത്തിന്റെ അഭാവം, പിന്നെ ഒട്ടും ഫലപ്രദമല്ലാത്ത HR പോളിസികള്, പ്രൊസീജിയറുകള്, പിന്നെ ഒരു നെഗറ്റീവ് മനോഭാവം, നെഗറ്റീവ് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയി ആൻഡ് എംപ്ലോയി യൂണിയൻസ്, പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, 8 പോയിന്റുകളൊന്ന് വായിച്ചു നോക്കിയേ, പിന്നെ നമുക്ക് അടുത്തത് പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആണ് കേട്ടോ. എന്താണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആണ്? ഓക്കെ, എന്താണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കാം. The continuous support of subordinates is very important for the effective and efficient working of the managers. But when an employee violates the rule, disciplinary actions taken by managers against such employee rights give him pain and generate bitterness. അല്ലെ, ശരിയാണ്. അതായത് നമുക്കറിയാം ഒരു മാനേജറെ സംബന്ധിച്ച്, ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തികളാണ് മാനേജർമാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനേജർക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ സബോർഡിനേറ്റ്സിന്റെ, കീഴുദ്യോഗസ്ഥരുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് എപ്പോഴും ആവശ്യമാണ് അല്ലെ. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സബോർഡിനേറ്റ്സ് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു മാനേജർക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പക്ഷെ എപ്പോഴെങ്കിലും ഒരു എംപ്ലോയി ഒരു റൂള് വയലേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്കണ്ടക്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ആക്ട് എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാനേജർ ആ ഒരു എംപ്ലോയിക്കെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കും, അച്ചടക്ക നടപടികൾ എടുക്കും. അപ്പൊ എത്ര നല്ല സൗഹാർദ്ദത്തിലാണെങ്കിൽ കൂടിയും നമ്മൾ അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ അത് എംപ്ലോയിയുടെ ഉള്ളില് എന്തിന് ഇടവരുത്തും? ഒരു വിഷമത്തിൽ ഇടവരുത്തും. അവർക്കൊരു പെയിൻ അല്ലെങ്കിൽ അവർക്കൊരു ബിറ്റർ എക്സ്പീരിയൻസ് ആണ് അത് കൊടുക്കുക. കാര്യം എംപ്ലോയി മിസ്കണ്ടക്ട് ചെയ്തതിന്റെ പേരിലാണ് മാനേജർ അച്ചടക്ക നടപടികൾ എടുക്കുന്നത്. പക്ഷെ നമ്മളൊരു അച്ചടക്ക നടപടി എടുക്കുമ്പോൾ അവരുടെ ഉള്ളില് എന്തുണ്ടാവും? ഒരു ഫീലിംഗ് ഓഫ് ബിറ്റർനെസ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് പെയിൻ അവർക്ക് അനുഭവപ്പെടും അല്ലെ. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. Therefore, the way to enforce discipline devoid of bitterness that becomes a major issue in this context. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട്, ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ഒരു ഡിസിപ്ലിൻ നടപ്പിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ അതിനെ സഹായിക്കുന്ന ഒരു റൂളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന റെഡ് ഹോട്ട് സ്റ്റൗ റൂള്. ഓക്കെ, അപ്പൊ നോക്കാം. Managers do this with the help of the red hot stove rule formulated by Douglas McGregor. Underline ചെയ്തിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ മാനേജേഴ്സ് ഈ ഒരു ഡിസിപ്ലിൻ അവർ നടപ്പിലാക്കുന്നത് ഏത് റൂൾ അനുസരിച്ചിട്ടാണ്? റെഡ് ഹോട്ട് സ്റ്റൗ റൂള് പ്രകാരമാണ്. ആരാണ് ഈ ഒരു റൂള് ഫോർമുലേറ്റ് ചെയ്തത്? ഡൊണാൾഡ് മാക്ഗ്രിഗർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം,
ഓക്കെ, ഇങ്ങനെയാണ് ഒരു മാനേജേഴ്സ് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത് ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ്? അത് റെഡ് ക്രോസ് ടൗൺ റൂൾ ആണ്. ഇനി ആരാണ് ഈ ഒരു റൂൾ ഫോർമുലേറ്റ് ചെയ്തത്? അത് ഡഗ്ലസ് മാക്ഗ്രിഗർ ആണ് കേട്ടോ. ആരാണ്? ഡഗ്ലസ് മാക്ഗ്രിഗർ ആണ് ഈ ഒരു റൂള് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ റൂള് പ്രകാരം which correlates a situation of touching a hot stove and the act of discipline, and this rule aids the managers in maintaining the discipline. അതായത് ഈ ഒരു റൂള് പ്രകാരം നമ്മളൊരു ചൂടുള്ള ഒരു സ്റ്റൗവില് തൊടുന്നതിനെ, ടച്ച് ചെയ്യുന്നതിനെ നമ്മൾ അച്ചടക്ക നടപടികളുമായിട്ട് കണക്ട് ചെയ്യാണ്. അതായത് നമ്മളൊരു എംപ്ലോയിക്കെതിരെ എടുക്കുന്ന അച്ചടക്ക നടപടികളെ നമ്മളൊരു ചൂടുള്ള സ്റ്റൗവില് തൊടുന്നതിനോട് എന്താണ് റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു റൂള് നമ്മൾ അവിടെ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ മാനേജേഴ്സിന് ഈ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു റൂള് വളരെയധികം അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു റൂൾ എന്താണെന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ എളുപ്പമുള്ളൊരു റൂളാണ്. അപ്പൊ റെഡ് ഹോട്ട് സ്റ്റൗ റൂളില് പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്ത് വരുന്നത് കേട്ടോ. നോക്കുക, ദ പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. Red hot stove rule consists of following principle. പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസ് ആണ് അവിടെ വരുന്നത്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന്, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. 2, പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. 3rd one, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. ആൻഡ് 4th one, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. ഇതൊക്കെയാണ് 4 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന്, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. 2, പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. അങ്ങനെ 4 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അതായത് ഒരു പെട്ടെന്ന് നമ്മൾ നടപടികൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട് ടു എവരി പേഴ്സൺ that if he touches a hot stove, he will get burned. അല്ലെ, നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ചൂടുള്ള സ്റ്റൗവിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ കൈക്ക് പൊള്ളലേൽക്കും എന്നുള്ളത് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. Similarly, as soon as any kind of misconduct is done by the employee, manager should immediately take action against that employee. ആ ഒരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഇപ്പൊ എംപ്ലോയി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ മാനേജേഴ്സ് അതിനെതിരായിട്ട് ആക്ഷൻ എടുത്തിരിക്കണം. ഇത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ചുറ്റും ടൈം ലാഗ് വരുത്താതെ പെട്ടെന്ന് തന്നെ മാനേജേഴ്സ് എന്ത് ചെയ്തിരിക്കണം? എംപ്ലോയീസിനെതിരായിട്ട് നടപടികൾ എടുത്തിരിക്കണം. ഓക്കെ, അതാണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. നമ്മൾ ചൂടുള്ള സ്റ്റൗവിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് പൊള്ളലേൽക്കും എന്നതുപോലെ ഒരു എംപ്ലോയി ഒരു മിസ്കണ്ടക്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിസിപ്ലിൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാനേജേഴ്സ് ഉടനടി തന്നെ അവർക്കെതിരെ എന്തെടുത്തിരിക്കണം? നടപടി എടുത്തിരിക്കണം. ഓക്കെ, രണ്ടാമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. അല്ലെ, ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നോക്കാം, ഇറ്റ് ഈസ് വെരി വെൽ നോൺ ടു ദ പേഴ്സൺ that after touching the red hot stove, he would get burned. Similarly, all the employees should be aware of the punishment they will get after violating the rules or committing any mistake. അതായത് ഒരു ചൂടുള്ള സ്റ്റൗവിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളലേൽക്കും എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നതുപോലെ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ധാരണയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നതുപോലെ ഒരു എംപ്ലോയീസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂളുകൾ വയലേറ്റ് ചെയ്താൽ അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷയെ പറ്റിയിട്ട് എംപ്ലോയീസിന് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കുണ്ടല്ലോ ഒരു ചൂടുള്ള സ്റ്റൗവിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളലേൽക്കും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ഓടിപ്പോയി നമ്മൾ അതിൽ തൊടില്ല എന്നതുപോലെ എംപ്ലോയീസിന് ഒരു മുൻധാരണ ഉണ്ടായിരിക്കണം. എന്താണ്, അവർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ എന്തെങ്കിലും ഒരു മിസ്കണ്ടക്ട് അവര് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പനിഷ്മെന്റിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. അതൊരു മുന്നറിയിപ്പാണ് ശരിക്കും. അല്ല, അവർ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ്. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. Impersonality എന്താണ് ഇവിടെ പറയുന്നത്? This principle says that each person who touches the red hot stove will get injured by the burn. The red hot stove does not see who is touching it. അല്ലെ, അതെ, ഒരു ചൂടുള്ള സ്റ്റൗവിൽ തൊട്ടാൽ പൊള്ളലേൽക്കും. പക്ഷെ ഈ ഒരു സ്റ്റൗവ് കാണുന്നില്ല ആരാണ് അവരെ ടച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? ആരാണ് ആ സ്റ്റൗവിൽ ടച്ച് ചെയ്യുന്നത് നോക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നതുപോലെ in the same way disciplinary actions should be equal for the all employees. എല്ലാ എംപ്ലോയീസിനോടും
നമ്മൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾ ഒരുപോലെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂട്രാലിറ്റി ആണ് ശരിക്കും. ന്യൂട്രാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പക്ഷപാതപരമായിട്ടുള്ള രീതിയിൽ ആയിരിക്കരുത്. അതായത് എല്ലാ എംപ്ലോയീസിനോടും തുല്യമായിട്ടുള്ള രീതിയിൽ അച്ചടക്ക നടപടികൾ എടുത്തിരിക്കണം, തുല്യമായിരിക്കണം. ഓക്കെ, അത് ഒരിക്കലും നമ്മൾ കണ്ണടച്ചുകൊണ്ട് എടുക്കണം. അത് ആരാണെന്ന് എന്താണെന്നോ നമ്മൾ അവിടെ നോക്കേണ്ട കാര്യമില്ല. ഒരു ഹോട്ട് സ്റ്റവിൽ തൊടുന്ന ആള് ആരാണെന്ന് സ്റ്റവ് നോക്കുന്നില്ല എന്നതുപോലെ ആണത്. അതായത് ഒരു എംപ്ലോയീസ് ശരി എല്ലാവരോടും തുല്യമായിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത്. The manager must show an equal level of judgment to all employees. എല്ലാ എംപ്ലോയീസിനോടും ഒരു മാനേജർ തുല്യമായിട്ടുള്ള ഒരു വിധി നിർണ്ണയമാണ് നടത്തേണ്ടത് കേട്ടോ. ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൺ ടച്ചിങ് red hot stove, every person will burn his fingers in the same way. അല്ലെ, ഒരു ചൂടുള്ള സ്റ്റവിന് തൊടുമ്പോ എല്ലാ ആളുകൾക്കും അവരുടെ എന്താണ് ഒരേ രീതിയിലാണ് അവർക്ക് പൊള്ളലേൽക്കുന്നത് അല്ലെ എന്നതുപോലെ the principle of the red hot stove rule says that disciplinary actions should be consistent for all employees. ഈ അച്ചടക്ക നടപടികൾ എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, ഒരേ രീതിയിലായിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരേ രീതിയിലായിരിക്കണം. Managers should impose the same punishment for everybody regardless of the fact whether the violator is a male or female. അവിടെ വയലേറ്റർ എന്ന് പറയുന്നത് ഒരു പുരുഷനാണോ സ്ത്രീയാണോ എന്നത് നോക്കാതെ എല്ലാവരോടും ഒരേ രീതിയിലുള്ള ഒരു പനിഷ്മെന്റ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഒരു സംശയം തോന്നാം, ഇത് തന്നെയല്ലേ ഇംപേഴ്സണാലിറ്റിയിൽ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഒരു ന്യൂട്രാലിറ്റി ആണ് ശരിക്കും. ന്യൂട്രാലിറ്റി ഇൻ മെയിൻറ്റൈനിങ് ദ എന്താണ് ഡിസിഷൻ മേക്കിംഗ്. അതെ, നമ്മളൊരു ഡിസിഷൻ മേക്കിംഗിൽ ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ എല്ലാവരോടും അച്ചടക്ക നടപടികൾ എടുക്കാന്നുള്ളതാണ് ഇംപേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയോ? ഇറ്റ്സ് ദ യൂണിഫോമിറ്റി ഇൻ അപ്ലൈയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേട്ടോ. അതായത് നമ്മൾ ഈ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നതിൽ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരോടും ഒരേ രീതിയിലായിരിക്കണം, അവിടെ ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ ഒരേ രീതിയിലായിരിക്കണം നടപടികൾ എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ആ ഒരു റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ അനുസരിച്ചിട്ടാണ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസിപ്ലിൻ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ 4 പ്രിൻസിപ്പിൾ നോക്കുക കേട്ടോ. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് immediate action, principle of warning, principle of impersonality and principle of consistency. Okay, just ഒന്ന് വായിച്ചു നോക്കിക്കോ. വായിച്ചു നോക്കിക്കോട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻ ഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയർ കേട്ടോ. ഓക്കെ, ഇനി എംപ്ലോയീസ് ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻ ആക്ടുകൾ ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അച്ചടക്ക നടപടികൾ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം ഒരു ഇൻഡിസിപ്ലിൻ ആക്ടുകള് എന്ത് ചെയ്ത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് നോക്കാം. ഡിസിപ്ലിനറി പ്രൊസീജിയർ ഓർ ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് യൂസ്ഡ് ബൈ എൻ എംപ്ലോയർ ടു മാനേജ് ഇൻഡിസിപ്ലിൻ അറ്റ് ദ വർക്ക് പ്ലേസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഒരു ജോലി സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന അച്ചടക്ക ലംഘനങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയർ ഉപയോഗിക്കുന്ന സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി പ്രൊസീജിയർ അഥവാ ഡിസിപ്ലിനറി ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Disciplinary procedure or action is a systematic approach used by an employer
ടു മാനേജ് ഇൻഡിസിപ്ലിൻ അറ്റ് ദ വർക്ക് പ്ലേസ്. അതായത് ഒരു ജോലി സ്ഥലത്തുണ്ടാവുന്ന അച്ചടക്ക ലംഘനങ്ങളെ എന്താണ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയർ അവർ ഉപയോഗിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ അഥവാ ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And it defines all kinds of discipline: the presentation and documentation of warnings, representation at disciplinary interviews, time duration for investigation, and the rights of appeal. അപ്പോ ഈ ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിലെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് വാർണിംഗ്. നമ്മളിപ്പോ ഒരു ഇൻഡിസിപ്ലിൻ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ നമ്മൾ വാർണിങ്സ് കൊടുക്കുന്നു, അല്ലെ, അവർക്ക് എങ്ങനെയൊക്കെ നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ വാർണിങ്സുകൾ കൊടുക്കുന്നുണ്ട്, അതിന്റെ രേഖപ്പെടുത്തലും. അതുപോലെ റെപ്രസെന്റേഷൻ അറ്റ് ഡിസിപ്ലിനറി ഇന്റർവ്യൂസ്. നമ്മൾ എങ്ങനെയുള്ള അച്ചടക്ക ലംഘനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള സമയപരിധി, പിന്നെ അപ്പീലിനുള്ള അവകാശങ്ങൾ. അങ്ങനെ എന്താണ് ഒരു ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് മുന്നോട്ട് വെക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി കൃത്യമായിട്ട് ഒരു മൈക്കിൾ ജെ ജൂഷ്യസിന്റെ ഒരു ഡെഫിനേഷൻ എന്താന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. അതുകൂടാതെ മൈക്കിൾ ജെ ജൂഷ്യസിന്റെ ഡെഫിനേഷൻ നോക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു മൈക്കിൾ ജെ ജൂഷ്യസ്, ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? Disciplinary action means the steps taken on disobedience of an order and to remove the reasons of such disobedience. അതെല്ലാം ചെയ്യാട്ടോ. അതായത് മൈക്കിൾ ജെ ജൂഷ്യസ് എങ്ങനെയാണ് ഡിസിപ്ലിനറി ആക്ഷനെ ഡിഫൈൻ ചെയ്തത്? ദാറ്റ് മീൻസ് അതായത് ഒരു ഉത്തരവ്, അതിനൊരു എന്താ പറയുക, ഒരു ഓർഡർ അനുസരിക്കാതിരിക്കുന്നതും അത് ആ ഒരു അനുസരണക്കേടിന്റെ കാരണങ്ങൾ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് അതിന്റെ മലയാളം കൊണ്ട് പറഞ്ഞ് വേറൊന്നും അല്ല. അതായത് ഒരു നടപടികൾ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുമ്പോൾ ആ ഒരു ഓർഡർ അനുസരിക്കാതിരിക്കുന്നതിനും ആ അനുസരണക്കേടിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ നീക്കം ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു നടപടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിപ്ലിനറി ആക്ഷൻ അഥവാ ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം. ദ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇൻക്ലൂഡ്സ് various steps which are as follows. ഇതിനകത്ത് പ്രധാനമായിട്ടും 9 സ്റ്റെപ്പുകളാണ് വരുന്നത്. 9 സ്റ്റെപ്പുകൾ കേട്ടോ. അപ്പൊ സ്റ്റെപ്പുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. സെക്കൻഡ് വൺ, ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. തേർഡ് വൺ, കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. പിന്നെ ഫോർത്ത് വൺ, നോട്ടീസ് ഓഫ് എൻക്വയറി. ഫിഫ്ത് വൺ, സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. സിക്സ്ത് വൺ, കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി. Seventh one, recording of findings by inquiry officer. Eighth one, awarding of punishment. Ninth one, communication of punishment. ഇങ്ങനെ 9 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഓരോ സ്റ്റെപ്പുകളും എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. ആദ്യത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ്? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണം, അല്ലെ? എന്താണ് പറയുന്നത്? നോ ഡിസിപ്ലിനറി ആക്ഷൻ ക്യാൻ ബി ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് until they are confirmed about the misconduct done by any employee. അതായത് ഏതെങ്കിലും ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു മിസ്കണ്ടക്ട് ചെയ്തതായിട്ട് സ്ഥിരീകരിക്കുന്നത് വരെ, കൺഫേം ചെയ്യുന്നത് വരെ മാനേജ്മെന്റ് ഒരു കാരണവശാലും അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് പാടുള്ളതില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു എംപ്ലോയി മിസ്കണ്ടക്ട് ചെയ്യുന്നു എന്ന് ആളുകൾ പറഞ്ഞറിഞ്ഞു. ആ പറഞ്ഞറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഓടിപ്പോയി അവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ പാടില്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു കൺഫർമേഷൻ കിട്ടണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു എംപ്ലോയി ഒരു മിസ്കണ്ടക്ട് ചെയ്തു എന്ന് കൺഫേം ചെയ്യുന്നത് വരെ, സ്ഥിരീകരിക്കുന്നത് വരെ മാനേജ്മെന്റ് അവർക്കെതിരെ എന്തെടുക്കാൻ പാടില്ല? അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഫോർ ദിസ് അതോറിറ്റീസ് കണ്ടക്ട് എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. അതിനു വേണ്ടിയിട്ട് അതോറിറ്റീസ് എന്ത് ചെയ്യാണ്? ഒരു പ്രാഥമിക അന്വേഷണം അവര് നടത്തുകയാണ്. ഓക്കെ,
ഇനി എന്താണ് ഈ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് എന്താണ് നോക്കാം. The main aim of this preliminary investigation is to confirm whether any violation has been conducted or not and what is the severity of that violation. നമ്മൾ ഈ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനും, ഇനി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ സിവിയറിറ്റി, അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് upon the degree of severity of violation, investigating officer can either warn or give a charge sheet to the accused if the violation is minor and take the strict actions like the termination in case of major violation of rules. അപ്പോ അവര് ചെയ്തിട്ടുള്ള ആ ഒരു വയലേഷന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് 2 ആക്ഷൻസ് എടുക്കാം. ചിലപ്പോൾ അവര് ചെയ്തിട്ടുള്ള വയലേഷൻസ് വളരെ മൈനർ ആയിട്ടുള്ള വയലേഷൻസ് ആണ്, നേരിയ രീതിയിലുള്ള ചില ലംഘനങ്ങൾ മാത്രമാണ് എംപ്ലോയി ചെയ്തിട്ടുള്ളതിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് ഒന്നുകിൽ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാം, ഒരു വാണിംഗ് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാം, ഒരു ചാർജ് ഷീറ്റ് വേണമെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതേസമയം ഇപ്പൊ ഈ എംപ്ലോയി ചെയ്തിട്ടുള്ള വയലേഷൻ വളരെ മേജർ ആയിട്ടുള്ള ഒരു വയലേഷൻ ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാം. അതായത് അവര് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് വരെ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് പോലെയുള്ള കർശനമായിട്ടുള്ള നടപടികൾ അവർക്കെതിരെ എടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും എന്താ മനസ്സിലാക്കാം. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം എപ്പോഴും ഓർക്കാം, ഒരു എംപ്ലോയി ഒരു തെറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കുന്നത് വരെ, സ്ഥിരീകരിക്കുന്നത് വരെ ഒരു കാരണവശാലും മാനേജ്മെന്റ് അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അതോറിറ്റീസ് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് എന്താണ്? ആ ഒരു എംപ്ലോയി എന്തെങ്കിലും മിസ്കണ്ടക്റ്റുകൾ അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ, ചിലത് വെറുതെ പറയുന്നതായിരിക്കാം അല്ലെ, നടന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വല്ല മിസ്കണ്ടക്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനും, ഇത് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം സിവിയർ ആയിട്ട് നടന്നിട്ടുണ്ട്, അതിന്റെ ഒരു സിവിയറിറ്റി എത്രത്തോളം ഉണ്ട്, അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് അവർ നടത്തിയിട്ടുള്ള വയലേഷന്റെ ആ ഒരു വ്യാപ്തിക്കനുസരിച്ച് ഒന്നുകിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് 2 ഓപ്ഷൻസ് ആണ്. അവർ ചെയ്ത തെറ്റ് മൈനർ ആണെങ്കിൽ അവർക്കെതിരെ ഒരു വാണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു കുറ്റപത്രം സമർപ്പിക്കാം. ഇനി അവർ ചെയ്തിട്ടുള്ള വയലേഷൻ ഒരു മേജർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കർശന നടപടികൾ എടുക്കാം, അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് പോലുള്ള ആക്ഷൻസുകൾ എടുക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് നമ്മള് ക്ലാസ്സിൽ പറഞ്ഞത് മിസ്കണ്ടക്ട് എന്താന്ന് പഠിച്ചു, അതുപോലെ മിസ്കണ്ടക്ടിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, റെക്കോർഡ് സ്റ്റൗ റൂൾ എന്താണ്, അതിൽ വരുന്ന 4 പ്രിൻസിപ്പിൾസ് കണ്ടു, പിന്നെ എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ അഥവാ ഡിസിപ്ലിനറി പ്രൊസീജിയർ, അതിലൊന്ന് മൈക്കിൾ ജെ ജോഷിയത്തിന്റെ ഒരു ഡെഫിനേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഡിസിപ്ലിനറി പ്രൊസീജിയർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രിലിമിനറി ആക്ഷൻ ആണ്, സോറി ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഞാൻ അഡ്മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ക്ലാസ് എല്ലാം വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.